ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖമാണോ? സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യേശുവിന്റെ സമഗ്ര വിമോചനം എന്ന പാഠമാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം മിസ്സിന്റെ നോട്ട്സ് ഒക്കെ എല്ലാവരും തന്നെ അയച്ചെന്ന് എല്ലാവരും നല്ല കുട്ടികളാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം പാഠമാണ്. അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണടച്ച് മിസ് പറയുന്ന പ്രാർത്ഥന ഏറ്റുപറയുക കേട്ടോ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ അറിയുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. ആമേ. എല്ലാവരും കണ്ണുകൾ തുറന്നോളൂ. എല്ലാവരും സന്തോഷത്തോടെ മിസ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. നമ്മുടെ പാഠത്തിന്റെ പേര് മിസ് ഒന്നും കൂടി പറയാൻ പോണ സഹനദാസൻ. നമ്മുടെ ഈ സൈഡിലുള്ള ഈ പിക്ചർ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അല്ലേ? യേശുവിനെ കുറിച്ചാണ് മിസ് പറയാൻ പോകുന്നത് അല്ലേ? സഹനദാസൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ രൂപം കടന്നു വന്നില്ലേ? അപ്പൊ എല്ലാം ക്ഷമിക്കുന്നതിനും നമ്മുടെ തെറ്റുകളെല്ലാം സഹിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഈശോയുടെ മുഖമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലല്ലേന്ന് അറിയാം. ദൈവം വാഗ്ദാനം ചെയ്ത സ്വതന്ത്രത്തിന്റെയും കൂട്ടായ്മയുടെ നാടായ കാനാൻ ദേശത്തെ വാസം അധിക നാളൊന്നും അവര് നല്ല രീതിയിലായിരുന്നില്ല. കുറച്ച് നാള് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സ്വച്ഛാധിപതികളായ രാജാക്കന്മാര് ആധിപത്യം സ്ഥാപിക്കുകയുണ്ടായി. രാജാക്കന്മാരുടെയൊക്കെ ഭരണമായി പിൻകാലത്ത്. അപ്പൊ എന്തു പറ്റി? രാജാവ് പറയുന്നതെല്ലാം പ്രജകൾ അനുസരിക്കണം. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും രാജാവ് എന്താണോ പറയുന്നത് ആ വ്യക്തിക്കായിരിക്കും പൂർണ്ണ അധികാരമുള്ളത്. അപ്പൊ ജനങ്ങളുടെ ജീവിതം വളരെ കഷ്ടത്തിലാകുകയും ചെയ്തു. അപ്പൊ ജനങ്ങൾക്ക് കുറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. രാജാവ് പറയുന്നതനുസരിച്ച് അവർ അടിമവേലകൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ തങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ വരുമെന്ന് അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആരാണ് കാത്തിരുന്നത്? ഇസ്രായേൽ ജനം. മിശിഹ യഹൂദരുടെ വീക്ഷണത്തിൽ യുഗാന്തരത്തിൽ ദൈവം ഇടപെട്ട് ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനോ തങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ഇടയിൽ വരുമെന്ന് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സമത്വ സുന്ദരമായ ലോകത്തെ സ്വപ്നം കണ്ട് കഴിയുകയായിരുന്നു യഹൂദ ജനങ്ങൾ. ഏകദൈവ വിശ്വാസമായിരുന്നു യഹൂദരുടെ ഇടയിൽ സുപ്രധാനമായ സവിശേഷതയായി നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഒരു ദൈവത്തിൽ മാത്രമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അവർ ഒത്തൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നേച്ച് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഒരുമിച്ച് ഒരു ദൈവത്തിൽ മാത്രമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ബഹുദൈവ വിശ്വാസം അവർക്കിടയിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. മിസ് ഒന്നും കൂടി പറയണേന്, എന്തായിരുന്നു യഹൂദരുടെ സവിശേഷത? ഏകദൈവ വിശ്വാസമായിരുന്നു യഹൂദരുടെ സവിശേഷത എന്ന് പറയുന്നത് അല്ലെ? ഒരു ദൈവത്തിൽ മാത്രം അവർ വിശ്വസിച്ചിരുന്നു. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി അവർ ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിച്ചിരുന്നു. ബഹുദൈവ വിശ്വാസം അവർക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. തങ്ങളെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ വരുമെന്ന് യഹൂദ ജനങ്ങൾ വിശ്വസ്തയോടെ കാത്തിരിക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയുള്ള രക്ഷകനാണ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്? സിംഹത്തിനെയും കുഞ്ഞാടിനെയും ഒരേപോലെ നയിക്കുന്ന ഒരു രക്ഷകൻ വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. എങ്ങനെയാണ് സിംഹത്തിന്റെ സ്വഭാവം എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? സിംഹം എന്ന് പറയുന്നത് കാട്ടിലെ രാജാവാണ്. എല്ലാ അധികാരങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എന്നിട്ട് നമുക്ക് കാണുമ്പോ തന്നെ ഒരു പേടിയാവും സിംഹത്തിനെ അല്ലെ? നമുക്കൊരു ഭയമായിരിക്കും. അതിനോട് വലിയ സ്നേഹമൊന്നും നമുക്ക് തോന്നൂല. പക്ഷെ കുഞ്ഞാടിനോട് നമുക്ക് എന്ത് തോന്നും? ഒരു സ്നേഹം തോന്നും, ലാളിത്യം തോന്നും, ഒരു കരുണ തോന്നും അല്ലെ? നന്മയുടെ ഒരു പ്രതിനിധിയാണ് കുഞ്ഞാട് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഈ കുഞ്ഞാടിനെയും സിംഹത്തിനെയും ഒരേപോലെ ഒരു വഴിയിലൂടെ നയിക്കുന്ന ഒരു വ്യക്തി വരുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ആ വ്യക്തി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൽ രണ്ടാമത്തെ ആളായ പുത്രൻ വരുമെന്ന് അവർ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ത്രിത്വേക ദൈവത്തിന്റെ രണ്ടാമത്തെ വ്യക്തിയായ
പുത്രൻ വരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ യഹൂദർ എങ്ങനെയുള്ള ഒരു രാജാവിനാണ് പ്രതീക്ഷിച്ചത് അല്ലെ? സർവ ആധിപത്യത്തിന്റെയും പ്രതാപത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു പ്രതിരൂപമായ ഒരു പുരുഷനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ യേശു എങ്ങനെ വന്നത്? തികച്ചും വ്യത്യസ്ത സ്വഭാവമുള്ള അല്ലെ, വളരെ ശാന്തശീലനായിരുന്നു, നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു യേശുവിനെ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു പ്രതിപുരുഷനെ അവർ ഒരിക്കലും അവരുടെ സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. തങ്ങളെ രക്ഷിക്കുവാനും അടിച്ചമർത്തത്തിൽ നിന്നും രക്ഷിക്കുവാനും തങ്ങൾക്ക് എല്ലാ വിജയം കൈവരിക്കുവാനും തങ്ങളെ ഭരിക്കുന്ന ഒരു രക്ഷകൻ വരുമെന്നാണ് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തത്. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും നമ്മുടെ ചിന്തയെ തികച്ചും വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പൊ എന്ത് വേണം? നമ്മൾ പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിന്റെ പദ്ധതിയുമായി നമ്മൾ ഒരുമിച്ച് പോകേണ്ടത് അല്ലെ? നമ്മളുടെ ചിന്ത ചിലപ്പോ തെറ്റായ വഴിയിലൂടെയൊക്കെ പോവാം. ആ വഴിയിൽ നിന്ന് നമുക്ക് എന്ത് വേണം? നല്ല വഴിയിലേക്ക് വരാൻ വേണ്ടി നല്ലോണം ഇരുന്ന് പ്രാർത്ഥിക്കണം അല്ലെ? ശക്തമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രതിസന്ധിയിലും നമ്മളുടെ ജീവിതം വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. യേശുവിൽ നാം കണ്ട മിശിഹ ദർശനം സ്നേഹത്തിൽ നിന്നും രൂപപ്പെട്ടതാണ്. അപ്പൊ ഇസ്രായേൽക്കാരുടെ തികച്ചും വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിൽ നിന്നുമാണ് വന്നിരുന്നത് യേശു അല്ലെ? അവര് പ്രതീക്ഷിച്ചത് എങ്ങനത്തെയുള്ള യേശുവിനെ? ആഡംബരത്തിന്റെയും പ്രതാപത്തിന്റെയും പദവിയുടെയൊക്കെ ചിഹ്നം അല്ലെങ്കിൽ മുഖമുദ്ര ധരിച്ച ഒരു വ്യക്തിയെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ യേശു എങ്ങനെയുള്ളവരാണ്? സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട വ്യക്തികളെയും അവഗണിച്ച വ്യക്തികളെയും പാവപ്പെട്ട വ്യക്തികളെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മിശിഹ ദർശനം കൈവരിച്ച് വരുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ക്രിസ്തു. സഹനം ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ഉപദേശിക്കുന്ന പത്രോസിനൊക്കെ യേശു പറയുന്നതാണ്, സാത്താനെ എന്റെ മുമ്പിൽ നിന്നും നീ മാറിപ്പോവുക, എനിക്ക് പ്രതിബന്ധമായാണ് നീ നിൽക്കുന്നത്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് യേശു പത്രോസിനോട് പറയുന്നത് നമ്മുടെ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ബൈബിൾ തുറന്ന് ഈ അധ്യായം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ ഒരു അധ്യായമാണ്. യേശു എന്തൊക്കെ ചെയ്തെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയുന്ന ഒരു അധ്യായമാണ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. മറ്റുള്ളവരെ ജീവിതത്തിൽ സഹായിച്ച യേശു ആരായിട്ടാണ് മാറിയത്? സഹനദാസനായിട്ടാണ് മാറിയത് അല്ലേ? അപ്പൊ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനദാസനായിട്ട് എപ്പോഴും മാറുവാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക. അപ്പൊ യേശു എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിച്ചത്? അപ്പമില്ലാത്തവർക്ക് അപ്പം കൊടുക്കുകയും കരയുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത് യേശുവിന്റെ ജീവിതം ഒരു മാതൃകയാക്കണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള, അവരെ കേൾക്കാനുള്ള ഒരു സമയം അവർക്ക് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കണം. മറിച്ച് വീണ്ടും വിഷമത്തിലേക്ക് ആക്കരുത്, അവരെ സമാധാനിപ്പിച്ച് യേശുവിന്റെ ഒരു മാതൃക നമുക്ക് പിന്തുടരാം. അപ്പൊ യേശു നമ്മൾക്ക് വേണ്ടിയാണ് കാൽവരിയിലേക്ക് കയറിയത്. നമ്മുടെ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കാൽവരിയിലേക്ക് യേശു കയറിയെന്ന് നമുക്ക് അറിയാമല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കും. സഹനം എപ്പോഴും നമുക്ക് സഹിക്കാനും ക്ഷമിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപാവരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മളത് പ്രയോജനപ്പെടുത്തണം. യേശുവിന്റെ കുഞ്ഞുമക്കളായി തീരുകയും വേണം. മിസ് 2-3 വ്യക്തികളെ കുറിച്ച് പറയാം. നമ്മുടെ മദർ തെരേസ അല്ലെ? സ്വന്തം ജീവിതം പാവപ്പെട്ടവർക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും ഒക്കെ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് മദർ തെരേസ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെയും വിശുദ്ധികളുടെയൊക്കെ ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്കും അവരുടെ ആ കൊച്ചു വെളിച്ചം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് വരികയും ചെയ്യും. മിസ് ഒരു ഉദാഹരണം പറയും. ഫാദർ ഡാമിയല് കുഷ്ഠരോഗികൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും പ്രവർത്തിച്ചിരുന്നത്. രോഗികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അല്ലെ? പണ്ടെന്ന് പറയുന്ന കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറാ വ്യാധിയായിരുന്നു. അപ്പൊ ആ രോഗികളെ പരിചരിക്കാന്ന് പറഞ്ഞത്
നമുക്ക് ചിന്തിക്കാനും കൂടി പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു ആ സമയത്ത്. അപ്പൊ അവരെയൊക്കെ പരിചയിച്ച് അവർക്ക് വേണ്ടി ജീവിതം ത്യജിച്ച ഒരു വ്യക്തിയാണ്. കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള പല വിശുദ്ധന്മാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിശുദ്ധന്റെ ബുക്ക് എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കാം. അപ്പൊ നേരത്തേക്ക് ആണെങ്കിൽ നമുക്ക് ലൈബ്രറിയിലൊക്കെ പോയി ബുക്ക് എടുക്കായിരുന്നു. ഇപ്പൊ നമുക്ക് നെറ്റിലൊക്കെ കിട്ടും, ഇന്റർനെറ്റിലൊക്കെ കിട്ടും. ഏതെങ്കിലും ഒരു വിശുദ്ധനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉൾക്കാഴ്ച തുറക്കുകയും ചെയ്യും അല്ലെ. പിന്നെ നിങ്ങൾക്ക് യേശുവിനെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിശുദ്ധരെ കുറിച്ച് നിങ്ങൾ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ മിസ് രണ്ടുമൂന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടുമൂന്ന് പേരെയൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ചായിരുന്നു. അപ്പൊ എല്ലാവരും തന്നെ ആൻസറൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ പ്രാവശ്യം മിസ് ഫോൺ ചെയ്യും രണ്ടുമൂന്ന് പേരെയൊക്കെ. ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും ചെയ്യണത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി ഈ പാഠഭാഗത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക്. യഹൂദന്മാർ എങ്ങനെയുള്ള ഒരു മിശിഹയാണ് പ്രതീക്ഷിച്ചിരുന്നേച്ചെന്ന്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക, ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തിട്ട് അത് മിസ്സിന് വാട്സപ്പിലൂടെ അയച്ചു തരുകയും വേണം കേട്ടോ. എല്ലാവർക്കും ഈ മാസത്തിന്റെ പ്രത്യേകത അറിയാമോ? എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകത? ഇത് നവംബർ മാസമാണ്. നവംബർ മാസം എന്ന് പറയുന്ന എല്ലാ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത്. അപ്പൊ നമ്മൾ നവംബർ 1-ാം തീയതി എല്ലാ വിശുദ്ധന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നവംബർ 2-ാം തീയതി എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ടും. ഈ മാസം മുഴുവനും നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസം കൂടിയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നും മരിച്ചുപോയ കാരണവന്മാരുണ്ടാവും, നിങ്ങളുടെ ബന്ധുക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും, നിങ്ങളുടെ അയൽവാസികൾ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ നേരത്തെ കാറ്റീസ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ സിമിത്തേരി സന്ദർശനമൊക്കെ നടത്തിയിരുന്നു. കഴിഞ്ഞ കൊല്ലമൊക്കെ മിസ് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി അവർ സിമിത്തേരിയിൽ പോയിട്ട് നമ്മൾ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷെ ഇപ്പൊ കോവിഡ് ആയത് കാരണം അതൊന്നും നമുക്ക് പറ്റൂല അല്ലേ. ഇപ്പൊ നമ്മളെല്ലാവരും വീട്ടിൽ തന്നെയാണ് ഇരിക്കണത്, നമ്മളധികം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. പക്ഷെ മിസ് ഒരു 2-3 കുട്ടികളെ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് സിമിത്തേരി സന്ദർശനം നടത്തുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ വീഡിയോ ഒന്ന് കാണാം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അവരോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. നിത്യപിതാവേ, ഈശോമിശിഹായുടെ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. സ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.